നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 13 കൈൻഡ് തിയറി, വൺ ഷോട്ട് വൺ വീഡിയോ, ഒറ്റ വീഡിയോ കൊണ്ട് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാവുന്ന രീതിയിൽ, ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പോവാണ്. ടിപ്സും ട്രിക്സും ഒക്കെ ഈ പഠനത്തിൽ നമ്മൾ ഉപയോഗിക്കും. കാരണം പെട്ടെന്ന് പരീക്ഷയ്ക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു മാർക്ക് പോലും കളയരുത് എന്നുള്ള ഉറപ്പോടുകൂടി നെവർ എവർ ഗീവ് അപ്പ്, നെവർ എവർ ഗീവ് അപ്പ്, തോറ്റുകൊടുക്കാൻ പാടില്ല. എല്ലാം പഠിച്ച് ശക്തരായി, അതിശക്തരായി പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. അല്ലാതെ വെറുതെ പോയി പരീക്ഷ എഴുതി എന്തെങ്കിലും മാർക്ക് മേടിച്ച് വരാനുള്ള കുട്ടികളല്ല. പബ്ലിക് എക്സാം ആണ്, ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ലാത്ത പബ്ലിക് എക്സാം ആണെന്ന് ഒരിക്കൽ കൂടി അതിശക്തമായി ഓർമ്മിപ്പിക്കുന്നു. അന്നേരം അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നിങ്ങളുടെ സപ്പോർട്ട്, ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ എൻ്റെ ജോലിയാണെന്ന് എനിക്ക് പറയാം, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ ചെയ്യുന്ന എൻ്റെ പഠിപ്പീര് അധ്യാപനം എന്നുള്ള രീതിയിൽ എൻ്റെ ജോലിയാണ്, എൻ്റെ കർത്തവ്യബോധമാണ് ഇതെന്ന് പറയാം ഞാൻ നിങ്ങളോട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ തിരിച്ചു തരുന്ന 10,000 ഇരട്ടി ഒരു സ്നേഹമുണ്ടല്ലോ, അതൊരു മാഷം എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും മറക്കുന്നൊരാളല്ല. കാരണം നിങ്ങളുടെ വിഷമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടപ്പോൾ കൃത്യമായിട്ട് വീഡിയോ ഇടുകയും അതിന് രാത്രി 2:30 3:30 വരെ നോക്കാതെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. ഞാൻ വാട്സപ്പ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിരിക്കുന്ന സമയമാണ്. കാരണം ഇഷ്ടംപോലെ മെസ്സേജുകൾ, ആയിരക്കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. അതിനിടയിൽ എനിക്ക് നോക്കാൻ യഥാർത്ഥത്തിൽ സമയമില്ലെന്നുള്ളത് സത്യസന്ധമായി തന്നെ പറഞ്ഞോളട്ടെ. കാരണം സമയം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. പാതിരാത്രി വീട്ടിൽ ചെന്ന് കയറുന്നു, അത് രാവിലെ എഴുന്നേറ്റ് വരുന്നു എന്നുള്ളത്, ഇത് ഒരു കൃത്യമായി ഇത് നടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കമൻസിന് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ കമൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. എല്ലാ കമൻസും ഇരുന്ന് വായിച്ചു നോക്കുന്ന, എല്ലാ കമൻസും വായിച്ചു നോക്കുന്ന ഒരാളാണ്. അല്ല ചുമ്മാ ഒരു പേരിന് വേണ്ടി പറയുന്നതല്ല. അങ്ങനെയുള്ളൊരു യൂട്യൂബർ പട്ടമൊന്നും മാഷിന് വേണ്ട. കാരണം കൃത്യമായിട്ട് എല്ലാ കമൻസും വായിച്ചു നോക്കുകയും പറ്റുന്ന സമയങ്ങളിലെല്ലാം അതിന് ലൈക്കും തിരിച്ച് റിപ്ലൈയും, അത്യാവശ്യ റിപ്ലൈയും കൊടുക്കാൻ തയ്യാറാണ്. കാരണം നിങ്ങളുടെ കമൻസ് എന്താണെന്നാണ് ഒരു മാഷ് എന്നുള്ള രീതിയിൽ എനിക്കറിയേണ്ടത്. നമ്മൾ സാധാ മാഷ് തന്നെയാണ് എപ്പോഴും, അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അന്നേരം നിങ്ങളുടെ കമൻസ്, അതുപോലെ ഒരുപാട് കുട്ടികൾ 30 മിനിറ്റ് 50 മിനിറ്റ് 1 മിനിറ്റ് താഴെയുള്ള ഷോർട്സ് വീഡിയോ മാഷിനെ കുറിച്ച് തയ്യാറാക്കുമ്പോൾ, മാഷിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒന്നും ആവശ്യകത ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഷോർട്സ് തയ്യാറാക്കുന്ന കുട്ടികളോടൊരു കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കുക, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന അസാധാരണമായ ടാലൻറ്റിന് 100% കയ്യടി. നിങ്ങളുടെ ഷോർട്സാണ് ഞാൻ യൂട്യൂബിലൂടെ ഷോർട്സ് ആയിട്ട് ഇടുന്നത്, അല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നൊരു ഷോർട്സ് അല്ല. അതാണ് അതിനകത്ത് നിങ്ങൾക്കുള്ള കയ്യടി. അതാണ് ഒരുപാട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ ഈ സമയമില്ലാ സമയത്ത് പോലും ചെയ്യുന്ന ഇതിന് മാഷിൻ്റെ വക 100% കയ്യടി, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നെ മാഷ് ഉറപ്പായിട്ട് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ. അന്നേരം അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം പടങ്ങൾ വരച്ചിട്ട് തരിക മാഷ്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചാണ്. എനിക്ക് ഓരോ വീഡിയോ എന്നല്ല, എനിക്ക് മാഷിനൊരു വലിയൊരു അവാർഡ് കിട്ടും, ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ് ഇത് പറയുമ്പോൾ. കാരണം എപ്പോഴും അധ്യാപകർക്കും പ്രചോദനം വേണ്ടേ, കുട്ടികൾക്ക് പ്രചോദനമാകുമുള്ള മോട്ടിവേഷണൽ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വിടുന്നതിനോടൊപ്പം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നിയൊരു ബാച്ചാണ് ഈ വർഷത്തെ +1 ബാച്ച്. എല്ലാ വർഷത്തെയും ബാച്ച്, ഞാൻ +2 ബാച്ചിനെ കുറിച്ചും വളരെ, കാരണം എന്നെ യൂട്യൂബിലോട്ട് കയറ്റി കൈപിടിച്ച് സാറേ കയറി വാ യൂട്യൂബിൽ എന്ന് പറഞ്ഞ ബാച്ചാണ് +2 ബാച്ച്. നിങ്ങളുടെ സീനിയേഴ്സ്, സാർ ഇനി എങ്ങും പോകരുത്, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വേണം, ഞങ്ങൾക്ക് സാറിനെ വേണം എന്ന് പറയുന്ന ബാച്ചാണ് ഇപ്പോഴത്തെ +1 ബാച്ച്. ഭയങ്കരമധികം സ്നേഹം ഇടുമ്പം, നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ലൈക്കും കമൻറ്റുകളും കണ്ടു നോക്കിയാൽ തന്നെ അറിയാം. ഒരു വീഡിയോയ്ക്ക് ചിലപ്പം മിക്കവാറുള്ള എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എനിക്ക് തോന്നുന്നു മിനിമം 1K ലൈക്കെങ്കിലും ഇല്ലാത്ത വീഡിയോസ് ഇല്ല. അത് മാഷിനുള്ള വലിയ കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ സ്നേഹമാണ്. ആ സ്നേഹം എപ്പോഴും ഉണ്ടാകണം. മാഷ് 1000 ഇരട്ടി തിരിച്ച് തരുന്നൊരു അധ്യാപകൻ. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അത് തുടരുകയും ചെയ്യും. അന്നേരം ദീർഘിക്കുന്നില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി കുഞ്ഞുങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. Let us start the battle of kinetic theory. കോടീശ്വരൻ എന്ന് വിചാരിച്ചോ? ഇല്ല. സാറിന് സുരേഷ് ഗോപിയുടെ സൗണ്ട് ഉണ്ട്. ഇടിങ്ങനെ സൗണ്ടൊന്നും
നമ്മളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കില്ല. സുരേഷ് ഗോപിയൊക്കെ നല്ല അസാധാരണമായി സൗണ്ടും മോഡുലേഷൻ. ഞാൻ ഒരു അധ്യാപനം രീതിയിൽ എൻ്റെ രീതിയിലൊക്കെ ഉള്ള സൗണ്ടൊക്കെ തന്നെ കേട്ടോ. സുരേഷ് ഗോപിയായിട്ടൊന്നും നോ കമ്പാരിസൺ ബിറ്റ്വീൻ സുരേഷ് ഗോപി ആൻഡ് മീ, ഒൺലി മീ. അന്നേരം കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറിക്കകത്ത് പ്രത്യേകിച്ച് പഠിക്കാൻ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ വെച്ചിട്ടാണ് ആ പോർഷൻ ഇട്ടേക്കുന്നത്. അന്നേരം നമുക്ക് അവനെ അങ്ങ് കൊന്നിട്ടേങ്ങ് തീർത്ത് അങ്ങ് ഫിനിഷ് പണി നമുക്ക് വരാം. എപ്പടി 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 ഓക്കെ. അന്നേരം കൈനറ്റിക് തിയറിയിൽ ആദ്യം ഉറപ്പായിട്ടും പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അറിയണം. പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് പ്രധാനപ്പെട്ട ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഇതൊരു 2 മാർക്കിനോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കത്തുള്ളൂ. അന്നേരം ഈ 4 പോയിന്റ് വ്യക്തവും ശക്തവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതണം. അതിനകത്ത് ഞാൻ ബോർഡിൽ എഴുതിയേക്കുന്നതാണ്. ഇതിനൊക്കെ നല്ല സമയമെടുത്ത് എഴുതുന്നതാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ മാഷ് ബോർഡിൽ കുത്തിയിരുന്ന്, ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ ഓരോ അധ്യാപകർ ശ്രീജേഷ് സാറ് കുത്തിയിരുന്ന് കണക്ക് ചെയ്യിപ്പിക്കുമ്പോൾ എല്ലാവരും എഫേർട്ട് എടുക്കുന്നവരാണ്. ഇംഗ്ലീഷ് സാറ് ചെയ്യുമ്പോഴും അനീഷ് സാറ് ചെയ്യുമ്പോഴും വിപിൻ സാർ കുത്തിയിരുന്ന് പടം വരച്ച് ഫുള്ള് പടം നിറച്ച്, എന്ത് സ്കില്ലുള്ളൊരു മനുഷ്യനാണ് അറിയാം. പടം വരച്ച് നിറച്ച് എഴുതുമ്പോഴൊക്കെ എത്ര സമയമെടുക്കും ഈ ഡയഗ്രാം വരയ്ക്കാൻ. സാർ പക്ഷേ നല്ലപോലെ പടം വരയ്ക്കുന്ന ഒരു അധ്യാപകനാണ്. ഒരുപക്ഷെ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ ഒരു വേറെ ലെവലിൽ വരുത്തുമായിരിക്കും. അതൊരു ആർട്ടിഫിഷ്യാലിറ്റിയാണ്. ഇത് നാച്ചുറലായിട്ടാണ് ആ മനുഷ്യൻ ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്നത്. വിപിൻ സാറിനും എല്ലാ അധ്യാപകർക്കും നമ്മൾ സല്യൂട്ട് കൊടുക്കണം. കാരണം ഇവരെയൊക്കെ നമ്മുടെ ചങ്കാണ് ഇവരല്ല. അന്നേരം പോട്ടെ. അന്നേരം പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഗ്യാസസിന്റെ 4 പോസ്റ്റ്ലേറ്റിൽ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്, മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് ഇലാസ്റ്റിക് സ്ഫിയേഴ്സ്. നോക്കി, മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ്. ഗ്യാസിന്റെ മോളിക്യൂൾസ് ഹാർഡ് ആകാം, സ്മൂത്ത് ആകാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള സ്ഫിയറുകളായിട്ട് മാറാം. അന്നേരം ആദ്യത്തെ പോയിന്റ് ഇപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു. മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്ഫിയേഴ്സ്. ഓക്കെ വാ. അടുത്ത്, മോളിക്യൂൾസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ, മൂവ് വിത്ത് പോസിബിൾ വെലോസിറ്റീസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. ഗ്യാസസ് അത് ഇഷ്ടമുള്ള വെലോസിറ്റിയിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. ഒരു ലെവലും ഇല്ല. വെള്ളം അടിച്ചിട്ട് റോഡിൽ വണ്ടി ഓടിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എല്ലായിടത്തും പോയി ഇടിക്കും. അതേ സംഗതി തന്നെയാണ്. മോളിക്യൂൾസ് ഇഷ്ടമുള്ള വെലോസിറ്റിയിൽ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ മോഷനെ പറയുന്ന പേരാണ് റാൻഡം മോഷൻ. കാരണം അവനൊരു ഡയറക്ഷനാലിറ്റി ഇല്ല. ചുമ്മാതെ ഒരു ഇഷ്ടമുള്ള വെലോസിറ്റിയിലും ഇഷ്ടമുള്ള എവിടെയെങ്കിലുമൊക്കെ ഡയറക്ഷനിലൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അവന് റാൻഡം മോഷൻ ആയത്. അന്നേരം മോളിക്യൂൾസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ വിത്ത് ഓൾ പോസിബിൾ വെലോസിറ്റീസ് ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. അത് രണ്ടാമത്തെ പോയിന്റ്. റാൻഡം മോഷൻ നടന്നാൽ, മോളിക്യൂൾസിൽ റാൻഡം മോഷൻ നടക്കുമ്പം ഉറപ്പായിട്ട് ഇവിടെ എന്ത് നടക്കാം? നമ്മളിപ്പം 3-4 പേര് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടി ഇങ്ങനെ വളച്ച് പിടിച്ച് ഓടിച്ചാൽ ഉറപ്പായിട്ട് ആക്സിഡന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ മോളിക്യൂൾസ് റാൻഡം മോഷനിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് എന്ത് നടക്കാം? ആക്സിഡന്റ് നമ്മൾ പറയത്തില്ല, കൊളീഷൻ ഉണ്ടാകും. 100% മോളിക്യൂൾസ് എന്തുണ്ടാകാം? കൊളീഷൻ. റാൻഡം മോഷൻ എന്ന് പറയുമ്പോൾ അടുത്ത പോയിന്റ് നിങ്ങൾ ഓർത്തോണം, കൊളീഷൻ. അന്നേരം നോക്കിയേ, ഡ്യൂറിങ് ദെയർ മോഷൻ. ഏത് മോഷൻ? റാൻഡം മോഷൻ. ദേ കൊളൈഡ് വിത്ത് വൺ അനദർ. വീണു, അടിച്ചു പോയി, കൊളൈഡ് വിത്ത് വൺ അനദർ. ആൻഡ് ദീസ് കൊളീഷൻസ് ആർ ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് കൊളീഷനും ഇനിലാസ്റ്റിക് കൊളീഷനും ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഈ കൊളീഷൻസ് എന്തുമായിരിക്കും? ഇലാസ്റ്റിക് ആയിരിക്കും. റാൻഡം മോഷൻ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് പെട്ടെന്ന് അങ്ങ് ഓർത്തിരിക്കണം. During their random motion, they collide with one another and these collisions are perfectly elastic. 4. ഇനി അടുപ്പിച്ചുള്ള 2 കൊളീഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഇത് 2 കൊളീഷൻസ് ആണ്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫ്രീ പാത്ത്. 2 അടുപ്പിച്ചുള്ള സക്സസീവ് ആയിട്ടുള്ള 2 കൊളീഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫ്രീ പാത്ത്. ഇങ്ങനെ ഒരുപാട് കൊളീഷൻസ് ഉണ്ടായി, ചറപറ കൊളീഷൻസ് നടന്നു. അന്നേരം അതിനിടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എടുത്താൽ അതിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഡിനോട്ട് ബൈ ദി ലെറ്റർ ലാംഡ. ഓക്കെ, ലാംഡ വേവ് ലെന്ത് കൊണ്ട് മീൻ ഫ്രീ പാത്തും ഡിനോട്ട് ലെറ്റർ ലാംഡയാണ്. ഓക്കെ, ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ് ദി മോളിക്യൂൾസ് മൂവ് ഇൻ സ്ട്രെയിറ്റ് ലൈൻസ് വിത്ത് യൂണിഫോം വെലോസിറ്റീസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 successive collisions is called free path. Average distance between successive collisions is called mean free path.
ഡിനോമിനേറ്റർ ലെറ്റർ ലാംഡ. അന്നേരം 4 പോയിൻ്റായി. അന്നേരം ഈ 4 പോയിൻ്റ് ഒരു ഫോട്ടോ എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ. എപ്പടി പൊതുമാ പൊതും കണ്ണാ സൂപ്പർ. അന്നേരം നമ്മൾ 4 പോയിന്റ് പഠിച്ചു. അന്നേരം ഇതിനകത്ത് 4 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ചറവറ 10 പോയിന്റ് ഒന്നും പഠിക്കണം നിർബന്ധം ഒന്നുമില്ല. 4 പോയിന്റ്സ് പഠിക്കുക. 2 മാർക്കിന് 3 മാർക്കിന് ഇത് നിങ്ങൾ എഴുതുക. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള 4 പോയിന്റ്സ്. അന്നേരം ആദ്യത്തത് ഹാർഡാണ്, സ്മൂത്താണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പീക്കറാണ്. രണ്ടാമത്തെ ഇങ്ങനെ റാൻഡം മോഷനാണ്. റാൻഡം മോഷൻ ആണെങ്കിൽ കൊളീഷൻ നടക്കും. അടുപ്പിച്ചുള്ള 2 കൊളീഷൻ നമ്മൾ പറയുന്ന ഒരു ഫ്രീ പാത്ത്. അടുപ്പിച്ച് കുറേ കൊളീഷൻസ് നടന്നതിനിടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ പറയുന്ന ഒരു മീൻ ഫ്രീ പാത്ത്. ഇത് കണക്ട് ചെയ്ത് ഇങ്ങനെ വാലയങ്ങ് നമ്മൾ എഴുതും. എപ്പടി 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 സൂപ്പറായിരിക്കണ സൂപ്പർ. അത് അടിപൊളിയായില്ലേ? ഇനി നമുക്ക് ഈ മീൻ ഫ്രീ പാത്ത് ഡെറിവേഷൻ പഠിക്കണം. കാരണം എന്തായാലും പോസിറ്റീവ് തരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവർ അറിയാതെ ട്വിസ്റ്റായിട്ട് ഇട്ടാൽ, ഫോക്കസ് ഏരിയയിൽ ഇല്ലെന്ന് പറഞ്ഞ് ഇട്ടാൽ നമുക്ക് എഴുതാൻ പറ്റണം. അന്നേരം അവരെ നമ്മൾ കബളിപ്പിച്ചു. അവർ നമ്മളെ കബളിപ്പിക്കാൻ നോക്കി, നമ്മൾ അവരെ കബളിപ്പിച്ചു. എപ്പടി ഇരിക്കേ സൂപ്പറായി ഇരിക്കേ. അന്നേരം മീൻ ഫ്രീ പാത്തിനുള്ള ഡെറിവേഷൻ പഠിക്കാം. ഈസി, വെരി വെരി ഈസി. അടുത്തത് ഡെറിവേഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത്. ഇത് പഠിച്ചില്ല, പരീക്ഷയ്ക്ക് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്നല്ല, നിങ്ങൾ ഒന്നും എഴുതാതെ വിട്ടുപോകാൻ ചാൻസ് ഉള്ളതാണ്. പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈസിയാണ്. അത് നമുക്ക് നോക്കാം. കുറച്ച് സംഭവങ്ങൾ, ഇച്ചിരി സംഭവങ്ങൾ കാണാൻ പഠിക്കാനും ഇച്ചിരി പെട്ടെന്ന് പഠിക്കാനും ഒക്കെ നമുക്ക് പറഞ്ഞുതരാം. ആദ്യം ഇതിൻ്റെ പടം വരയ്ക്കുക. ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഈ സർക്കിൾസ് പോലെ, ചെറിയ ബബിൾസ് പോലെ കാണിച്ചിരിക്കുന്നത് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഗ്യാസ് മോളിക്യൂൾസിനെ ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലോട്ട് മാറ്റി. ഇതിന്റെ ഒരു സെന്റർ മുതൽ ഒരറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ആയിട്ടും ഡയമീറ്റർ ആയിട്ടും ഒക്കെ നമുക്ക് ഡി എടുക്കാം. ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. എൽ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഒരറ്റം മുതൽ ഈ സിലിണ്ടർ ഇങ്ങേറ്റം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് എൽ. അന്നേരം എൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡയമീറ്റർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. സിലിണ്ടറിന്റെ ഷേപ്പായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിനെ. അത്രയും കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. ആദ്യം വോളിയം ഓഫ് ദി സിലിണ്ടർ. വോളിയം ഓഫ് ദി സിലിണ്ടർ എന്താണ്? വോളിയം ഓഫ് ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എൽ. ആറിന് പകരം ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ ഡി ആണ്. അതുകൊണ്ട് നമുക്ക് പൈ ഡി സ്ക്വയർ എൽ എന്ന് എഴുതാം. പൈ ആർ സ്ക്വയർ എൽ, പൈ ഡി സ്ക്വയർ എൽ. ആറിന് പകരം നമ്മൾ ഡി കൊടുത്തു. ഫസ്റ്റ് ഇക്വേഷൻ ഓക്കെ. രണ്ടാമത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പൈ ഡി സ്ക്വയർ എൽ എൻ. എല്ലിന്റെ കൂട്ടത്തിൽ എന്നൂടെ വന്നു. എങ്ങനെയാന്ന് പറയാം? ഇഫ് ദർ ആർ എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഇത് 3 മോളിക്യൂളുകൾ ഉള്ളെങ്കിൽ എൻ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ആ ഇക്വേഷൻ. അന്നേരം പൈ ഡി സ്ക്വയർ എൽ ആണെങ്കിൽ ഇഫ് ദർ ആർ എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അടുത്ത സെന്റൻസ് ആയിട്ട് നിങ്ങൾ എങ്ങനെ എഴുതണം? ഇഫ് ദർ ആർ എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ദെൻ ദി ഇക്വേഷൻ ബിക്കംസ് പൈ ഡി സ്ക്വയർ എൽ എൻ. പൈ ഡി സ്ക്വയർ എൽ എൻ. ഇനി മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നതാണ് ആണ്ടിത്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എൽ ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് പൈ ഡി സ്ക്വയർ എൽ എൻ. ഒരു എല്ലും ഒരു എല്ലും ആവശ്യമില്ലാത്ത എല്ലാണ് നമ്മൾ കളഞ്ഞു. എല്ലും പോയി ബാക്കി ലാംഡ ഈസ് ഈക്വൽ ടു എല്ലും പോയി ഇവിടെ 1 ബൈ പൈ ഡി സ്ക്വയർ എൻ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പോഴാണ് 2 സയന്റിസ്റ്റുകൾ വന്ന് ഇതിനെ ഒന്നോടൊന്ന് കറക്റ്റ് ചെയ്തു. ദിസ് ഇക്വേഷൻ വാസ് ഡെഡ്യൂസ്ഡ് ബൈ ക്ലോഷ്യസ് ആൻഡ് മാക്സ്വെൽ. ഓർത്തിരുന്നോണം, വെച്ചൻ കാജിക്കണം ആന്തിക്കണം, ടീച്ചർമാരൊക്കെ ഞെട്ടും, പുലിയാണ് കേട്ടാ എന്ന് വിചാരിക്കും പേപ്പർ നോക്കുമ്പോൾ. അന്നേരം ദിസ് ഇക്വേഷൻ വാസ് ഡെഡ്യൂസ്ഡ് ബൈ മാക്സ്വെൽ ആൻഡ് ദി എബോവ് എക്സ്പ്രഷൻ ഇസ് ഗിവൺ ബൈ. ഒരു കറക്ഷനോട് കൊടുത്തു 1 ബൈ √2. മൊത്തത്തിൽ റൂട്ടില്ല, 2 മാത്രം, √2 പൈ ഡി സ്ക്വയർ. ഇത് വെച്ച് അങ്ങ് റെഡ്യൂസ് ചെയ്തു. അതാണ് ലാംഡ ഈസ് ഈക്വൽ 1 ബൈ √2 പൈ ഡി സ്ക്വയർ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇനി മാഷ് ഒന്നുകൂടെ പറഞ്ഞുതരാം, പെട്ടെന്ന് നിങ്ങൾ തന്നെ ഫോളോ ചെയ്യണം. 3 ഗ്യാസ് മോളിക്യൂൾസ് ഒരു സിലിണ്ടറിന്റെ ഷേപ്പിലോട്ട് മാറ്റി. മൊത്തത്തിലുള്ള ലെങ്ത് എൽ, അതിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡി. വോളിയം ഓഫ് ദി സിലിണ്ടർ പൈ ഡി സ്ക്വയർ എൽ. പൈ ആർ സ്ക്വയർ എൽ ആണ്. ആറിന് പകരം നമ്മൾ ഡിസ്റ്റൻസ് ഡി കൊടുത്തു. പൈ ഡി സ്ക്വയർ എൽ. ഇഫ് ദർ ആർ എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് കൊളീഷൻസ് എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ എൽ എൻ. എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മീൻ ഫ്രീ പാത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. അത് ലാംഡ മീൻ ഫ്രീ പാത്ത്. ലാംഡ ഈസ് ഈക്വൽ ടു എൽ ബൈ പൈ ഡി സ്ക്വയർ എൽ എൻ. എല്ലും വെട്ടിപ്പോയി. ലാംഡ ഈസ് ഈക്വൽ ടു 1 ബൈ പൈ ഡി സ്ക്വയർ എൻ. Okay, this equation was deduced by Closius and Maxwell, and the above expression is given by 1 by √2 റൂട്ടിൽ മാത്രം 2 പൈ
ഡി സ്ക്വയർ എൻ 1/√2 പൈ ഡി സ്ക്വയർ. ദിസ് ഈസ് ദി ഫൈനൽ ഇക്വേഷൻ. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡെറിവേഷൻ ഓഫ് മീൻ ഫ്രീ പാത്ത്. പഠിച്ചു വെച്ചേക്കുക, 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ. ചോദിച്ചാൽ നമുക്ക് താങ്ങാം, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം നിർബന്ധമായിട്ട്. അടുത്തത് ഒരു കുഞ്ഞൊരു സാധനമാണ് RMS വെലോസിറ്റി. ഒരു ടിപ്പ് പറഞ്ഞുതരാം, ട്രിക്ക് പറഞ്ഞുതരാം പഠിക്കാൻ. 1 മിനിറ്റ് കൊണ്ട് പഠിക്കും, 1 മിനിറ്റ് കൊണ്ട് പഠിക്കും. ഓക്കെ, അടുത്ത അടിപൊളി ഒരു ടോപ്പിക്കാണ് RMS വെലോസിറ്റി. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. റൂട്ട് RMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ആ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് എ മോളിക്യൂൾ അല്ലേ, അതല്ലേ RMS വെലോസിറ്റി. കുറേ വെലോസിറ്റീസ് ഞാൻ എടുക്കുകയാണ്, V1, V2, V3 ഇങ്ങനെ VN വരെ കുറേ വെലോസിറ്റീസ് ഞാൻ എടുത്തു. എന്നിട്ട് ഇതല്ലേ RMS. ഇതെങ്ങനെയുണ്ട് ഈ ടിപ്പ് ട്രിക്ക് എന്ന് നോക്കണേ. RMS ഞാൻ ഇങ്ങേ അറ്റത്തും തുടങ്ങുകയാണ്. S എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി എല്ലാം സ്ക്വയർ ചെയ്യണം. S എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്തു ആണ്ടെ, എല്ലാത്തിനെയും സ്ക്വയർ ചെയ്തു, എല്ലാ വെലോസിറ്റിയും സ്ക്വയർ ചെയ്തു. V1 സ്ക്വയർ, V2 സ്ക്വയർ, V3 സ്ക്വയർ, VN സ്ക്വയർ. എന്നിട്ട് S സ്ക്വയർ ചെയ്തു. M മീൻ എടുക്കുക, എല്ലാം ഇവിടെ കൂട്ടി ഡോട്ട് മീൻ എടുക്കുമ്പോൾ ഡിവൈഡ് ബൈ N. R എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് എടുത്തു, ആണ്ട കഴിഞ്ഞു. ഇതിനെ പറയുന്ന പേരാണ് RMS വെലോസിറ്റി, VRMS. ഇക്വേഷൻ കിട്ടിയാച്ച് എപ്പടി സിമ്പിൾ. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ചില്ലയോ? RMS വെലോസിറ്റി എന്ന് പറഞ്ഞാൽ RMS സ്ക്വയർ എടുക്കുക, മീൻ എടുക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക. അങ്ങേ അറ്റത്തും നമ്മൾ തുടങ്ങി ഇങ്ങനെ വരണം. അന്നേരം കുറേ വെലോസിറ്റി എടുക്കുന്നു, V1, V2, V3 അപ് ടു VN. സ്ക്വയർ എടുക്കുമ്പോൾ V1 സ്ക്വയർ, V2 സ്ക്വയർ, V3 സ്ക്വയർ, VN സ്ക്വയർ. മീൻ എടുക്കുമ്പോൾ എല്ലാം പ്ലസ് ചെയ്തു ഡിവൈഡ് ബൈ N. റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് VRMS ഇസിക്കൽ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ പ്ലസ് അപ് ടു VN സ്ക്വയർ ബൈ N. അതാണ് RMS വെലോസിറ്റി, അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് എ മോളിക്യൂൾ. സിമ്പിൾ ആയിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും, പവർഫുൾ ആയിരിക്കും. എപ്പടി അടിപൊളി. ഇനി അടുത്തത് ഇതിനകത്തുനിന്ന് ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡെറിവേഷൻ കിടപ്പുണ്ട്. എക്സ്പ്രഷൻ ഫോർ ദി പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. സിമ്പിളാക്കി ഒരു 5-6 ഇക്വേഷൻ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ച് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് മേടിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ തരാൻ ഓക്കെയാണ്. ഓക്കെ നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് അധ്യാപകർ ഉറപ്പായിട്ടും ചോദിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ്. അന്നേരം അതിന് മുമ്പായിട്ടൊരു കാര്യം ഇതിനിടയിലൊന്ന് പറഞ്ഞോട്ടെ, ആദ്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എൻ്റെ വീഡിയോ ചെയ്തത് എൻ്റെ നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല. പക്ഷെ അത് പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, മറക്കരുതേ. അന്നേരം എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സർട്ടഡ് ബൈ എ ഗ്യാസ് പടം വരയ്ക്കണം. വളരെ കുറച്ച് സ്റ്റെപ്പുകളിൽ ഞാൻ തീർത്തു തരാം. ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻ ഇതിനു വേണ്ടി ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്ന രീതിയിൽ ഞാൻ ഈ 4 മാർക്കിൽ 5 മാർക്കിൽ ടോപ്പിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. ആദ്യം നമുക്ക് വേണ്ടത് വ്യക്തമായ ഡയഗ്രാം. അന്നേരം വ്യക്തമായ ഡയഗ്രത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഒന്ന്, ഇതൊരു ക്യൂബിക്കൽ വെസലാണ്. യൂണിറ്റ് സൈഡാണ്. യൂണിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്യൂബിക്കൽ വെസലിന് എല്ലാം 1 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബോ എല്ലാം യൂണിറ്റ് സൈഡാണ്. ക്യൂബിക്കൽ വെസലാണ്, യൂണിറ്റ് സൈഡാണ്. ഐഡിയൽ ഗ്യാസ് ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഈ ഐഡിയൽ ഗ്യാസിനകത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളതിൽ ഒരു ഗ്യാസ് മോളിക്യൂളാണ് എ. അതിൻ്റെ മാസാണ് എം. അത് സഞ്ചരിക്കാൻ എടുക്കുന്ന വെലോസിറ്റിയാണ് വി. 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോൾസ് W1 W2, 2 ഭിത്തികൾ പോലെ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോൾസ് ആണ് W1 ഉം W2 ഉം. ആക്സിസ് കടന്നു പോയിട്ടുണ്ട്, XYZ ആക്സിനൊക്കെ പ്രത്യേകതയുണ്ട്. അന്നേരം പടം വൃത്തിയായിട്ട് മെയിൻ ഷീറ്റിൽ പടം വരയ്ക്കണം, സൈഡിൽ വരയ്ക്കരുത്, മെയിൻ ഷീറ്റിൽ പടം വരയ്ക്കുക. അന്നേരം പടത്തിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഒരു ക്യൂബിക്കൽ വെസൽ, യൂണിറ്റ് സൈഡാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളതിൽ ഒരു ഗ്യാസ് മോളിക്യൂളാണ് എ. അതിൻ്റെ
എ എന്ന് പറയുന്നതിൻ്റെ സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് വി, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോൾസ് ആണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. W1 ആൻഡ് W2. പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്, എക്സ് വൈ ഇസഡ് ആക്സിസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നമുക്ക് ഓരോ ഇക്വേഷനിലേക്ക് പോകാം. ഓരോ സെൻറ്റൻസും പഠിക്കാം. ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾ മൊമെന്റ് ഓഫ് മോളിക്യൂൾ എ ബിഫോർ കൊളീഷൻ. കൊളീഷൻ ഒന്നും നടക്കുന്നില്ലെങ്കിൽ എ എന്ന് പറയുന്ന മോളിക്യൂളിന് ഒരു കൊളീഷൻ നടക്കുന്നില്ലെങ്കിൽ മൊമെന്റത്തിനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി. അന്നേരം കൊളീഷൻ നടക്കുന്നതിന് മുമ്പേ മൊമെന്റം എന്തുമായിരിക്കും? എം വി ആയിരിക്കുമല്ലോ. മൊമെന്റ് ഓഫ് മോളിക്യൂൾ എ ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു എം വി. ക്ലിയർ പക്കാ. മൊമെന്റ് ഓഫ് മോളിക്യൂൾ എ ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു എം വി. ക്ലിയർ ആയി. മൊമെന്റ് ഓഫ് മോളിക്യൂൾ ആഫ്റ്റർ കൊളീഷൻ, അത് പണിയാണ്. കാരണം എ എന്ന് പറയുന്നത് വോൾ W1 പോയിട്ട് തിരിച്ച് ഇടിച്ച് ഇപ്പുറത്ത് വന്നു, W2 വരുമ്പോഴത്തേനും ഒരു ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അങ്ങോട്ട് ഇടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അന്നേരം അവിടെ ഒരു മൈനസ് സൈൻ വരും. അന്നേരം മൊമെന്റ് ഓഫ് മോളിക്യൂൾ എ ബിഫോർ കൊളീഷൻ ഈക്വൽ എം വി. ഓക്കെ. മൊമെന്റ് ഓഫ് മോളിക്യൂൾ ആഫ്റ്റർ കൊളീഷൻ മൈനസ് വരാനുള്ള കാരണം ഓപ്പോസിറ്റ് വോൾസിൽ ഒന്ന് ഇടിച്ചിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് എം വി വന്നത്. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഗിവൺ ബൈ. ചേഞ്ച് ഇൻ മൊമെന്റം കാണുമെങ്കിൽ ഓട്ടോമാറ്റിക് അതിന്റെ ഡിഫറൻസ് പോലെ എടുക്കണം. ചേഞ്ച് എടുക്കുമ്പോൾ എം വി മൈനസ് ഓൾറെഡി എം വി, പിന്നെ ഓൾറെഡി ഉള്ളൊരു മൈനസ്, പിന്നെ ഇവിടുത്തെ മൈനസ്, ഒരു മൈനസ് ഇൻറ്റു മൈനസ് എം വി. അന്നേരം മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എം വി പ്ലസ് എം വി ഈസ് ഈക്വൽ ടു 2mv. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്പുകളാണ്. അന്നേരം ബിഫോർ കൊളീഷനുള്ള മൊമെൻറ്റം, ആഫ്റ്റർ കൊളീഷനുള്ള മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം. അന്നേരം നമുക്ക് 2mv എന്ന് പറയുന്ന ഉത്തരം കിട്ടും. ക്ലിയർ? ക്രിസ്റ്റൽ ക്ലിയർ. നമ്പർ ഓഫ് കൊളീഷൻസ് ഓഫ് ദി മോളിക്യൂൾ എ ഈസ് ഗിവൺ ബൈ. ഇപ്പം ഒരു വോളിൽ തട്ടിയാൽ നമുക്ക് വി, അതിൻ്റെ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് v/1. ഇതൊരു നിങ്ങൾക്ക് കൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാനൊരു സ്റ്റെപ്പ് അങ്ങ് പറഞ്ഞു തരുന്നതാണ്. ഈ രീതിയിലല്ലാതെ വളരെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വളരെ ഇതായിട്ട് സ്റ്റെപ്പ് പറയാം. ഒരു വോളിൽ തട്ടുമ്പോൾ അതിനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v/1 ആയിട്ട് എടുക്കുക. v/1. 2 വോൾസ് ഉണ്ട് ഇവിടെ, W1 W2. അങ്ങനെയാണെങ്കിൽ 2 വോൾസിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് v/2 ആയിട്ട് എടുക്കുക. ഒരു വോളിലാണെങ്കിൽ v/1, 2 വോളിലാണെങ്കിൽ v/2, 3 വോളിലാണെങ്കിൽ v/3. അങ്ങനെ ഇത്രയും ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം മതി ഇത് പഠിക്കാൻ. അതായത് നമ്പർ ഓഫ് കൊളീഷൻസ് ഓഫ് ദി മോളിക്യൂൾ എ ഈസ് ഗിവൺ ബൈ 2 മോളിക്യൂൾസ് ആകുമ്പോഴത്തേന് 2 വോൾസ് ആയതുകൊണ്ട് v/2. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കണ്ടുപിടിക്കണമെന്ന് എങ്ങനെ അറിയാവോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇൻറ്റു നമ്പർ ഓഫ് കൊളീഷൻസ്. ചേഞ്ച് ഇൻ മൊമെന്റം ഇൻറ്റു നമ്പർ ഓഫ് കൊളീഷൻസ് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് 2mv ഇൻറ്റു നമ്പർ ഓഫ് കൊളീഷൻസ് എന്ന് പറയുന്നത് v/2. 2ഉം ക്യാൻസലായി. m ഇൻറ്റു v എന്ന് പറഞ്ഞാൽ mv². ക്ലിയർ? അന്നേരം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഇൻറ്റു നമ്പർ ഓഫ് കൊളീഷൻസ്. നമ്പർ ഓഫ് കൊളീഷൻസ് v/2 ആണ്. ചേഞ്ച് ഇൻ കൊളീഷൻ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് 2mv ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് പോകണം. 2mv ഇൻറ്റു v/2. 2 വെട്ടിപ്പോയി mv². എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് ഒരു 2 വട്ടം എഴുതി പഠിച്ചാൽ പിന്നെ മറക്കത്തില്ല പരീക്ഷ തീരുന്ന വരെ. അത് 100% വാറന്റി ആൻഡ് ഗ്യാരണ്ടി. ഓക്കെ. അടുത്തത്, സിൻസ് there are only 3 independent directions x, y and z, there may be n/3 molecules. അല്ലേ? ഇവിടെ 3 ഇൻഡിപെൻഡന്റ് ഡയറക്ഷൻ ഉണ്ട്, എക്സ്, വൈ, ഇസഡ്. ഇത് ഇങ്ങനെ കൺസെപ്റ്റിൽ എടുക്കുക. എക്സ് ആക്സിസ് മാത്രമാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന് എടുക്കുക, നമുക്ക് n/1 എന്ന് എടുക്കാം. വൈ ആക്സ് ആണെങ്കിൽ എക്സ് ആക്സ് ആണെങ്കിൽ n/1, 2 ആക്സ് ആണെങ്കിൽ n/2, 3 ആക്സ് ആണെങ്കിൽ n/3. അങ്ങനെ ഒരു കൺസെപ്റ്റ് മാത്രം എടുത്താൽ മതി. ഈ ഒരു സെന്റൻസ് അങ്ങ് എഴുതിയേക്കണം. സിൻസ് there are only 3 independent directions. ഒറ്റ ഡയറക്ഷനേ ഉള്ളെങ്കിൽ n/1 ആണ് അവിടുത്തെ മോളിക്യൂളിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. 2 ഡയറക്ഷൻ എക്സും വൈയും ആണെങ്കിൽ n/2ഉം, 3 ഡയറക്ഷൻ ആണെങ്കിൽ n/3ഉം. എക്സ്, വൈ ആൻഡ് ഇസഡ് there may be n/3 molecules. പ്രഷർ ഈസ് ഗിവൺ ബൈ. അവിടെ പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറി പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P = നമുക്ക് കിട്ടിയത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇൻറ്റു n/3. അങ്ങനെ ചെയ്യണം. അന്നേരം ഓരോ സ്റ്റെപ്പും ചേഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് mv² ഇൻറ്റു n/3 എന്ന് പറയുന്നത് mv² ഇൻറ്റു n/3 എന്ന് പറയുന്നത് നമുക്ക് അറേഞ്ച് ചെയ്താൽ 3 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 1/3 m, പിന്നെ ഇവിടെ n v². അന്നേരം P = 1/3 mnv². ഇത് മെയിൻ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. പക്ഷേ നമുക്കൊരു എന്താ പറയത്തില്ലേ, ചിലത് ഒരു സദ്യ കഴിച്ചാൽ ഒരു തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഒരു മോരുമൊക്കെ കുടിച്ച് അടിപൊളി. അതുപോലെ പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് ഈ സിമ്പിളായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ന് പറയുമോ, ഈ ഇക്വേഷൻ എഴുതിയേക്കണം. ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്
ഇതിനകത്ത് സ്വാഭാവികമായിട്ടും. അതിൻ്റെ എല്ലാം വെലോസിറ്റി v1² v2² v3² പ്ലസ് vn²/n നമ്മളിലെ RMS പോലെ എടുക്കുവാണെങ്കിൽ അതിനെല്ലാം നമുക്ക് v⁻² എന്ന് പറഞ്ഞ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ v² വരെ എന്ത് എടുത്താൽ മതി? v⁻². എന്നിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതാം. v⁻² ഈസ് ഈക്വൽ ടു v1² പ്ലസ് v2² പ്ലസ് v3² പ്ലസ് അപ് ടു vn²/n. പിന്നെ p ഈസ് ഈക്വൽ 1/3 mn v² പകരം v⁻². അവിടെ വരെ എഴുതിയ പക്ക, അര മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. പടം വരയ്ക്കണം, പടത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നിട്ട് എക്ക് ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ കണ്ടുപിടിക്കണം, അതിനുശേഷം ചേഞ്ച് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കണം. അതുവരെ ക്ലിയർ ആകണം. പിന്നെ നമ്പർ ഓഫ് കൊളീഷൻസ് v/2 ആണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇൻറ്റു v/2. അതുവരെ ദാണ്ട് ഇവിടെ ക്ലിയറായി. അതിനുശേഷം 3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ഷൻ എക്സ് വൈ ഇസഡ്. അവിടെ ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ n/3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇൻറ്റു n/3. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നാലും നമുക്ക് p ഈക്വൽ 1/3 mn v² എന്ന് കിട്ടും. എന്നിട്ട് v⁻² എന്ന് പറയുന്നത് നമ്മൾ v1² പ്ലസ് v2² പ്ലസ് ഒരുപാട് വെലോസിറ്റി മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, സോ അവിടെ അതിനെല്ലാം വെലോസിറ്റി ഉണ്ടെങ്കിൽ ആ ഇക്വേഷനോട് ചേർത്ത് ഫൈനൽ ഇക്വേഷൻ p ഈക്വൽ ടു 1/3 mn v⁻². ഇത്രയും വരെ എഴുതിയാൽ ഈ 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സ്റ്റെപ്പുകൾ കാണാൻ പഠിക്കണം, അത് പഠിക്കേണ്ടത് തന്നെയാണ്. ഇതിന് വേറെ രീതിയിലൊക്കെ എനിക്ക് ഫിസിക്സിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് പഠിക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അതിൻ്റെ ആവശ്യമൊക്കെ ഇല്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് പഠിച്ച് സിമ്പിളായിട്ട് മാർക്ക് മേടിക്കുക, ഇത്രയും മതി. ആവശ്യത്തിന് 2 പേജിൻ്റെ ഡെറിവേഷൻ നമുക്ക് 2 പേജിൻ്റെ ഡെറിവേഷൻ പോകാം. ഇതിനാവശ്യത്തിന് ഇത്രയും കാര്യങ്ങൾ മതി. ഡയഗ്രാം മസ്റ്റാണ്. ഓക്കെ, അന്നേരം അടുത്ത ടോപ്പിക്കിലേക്ക്. പെർഫെക്റ്റ്. ഓക്കെ, അടുത്ത ടോപ്പിക്കും ഈ കൈനറ്റിക് തിയറി ആയിട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നിങ്ങൾ ഈ പറയുന്ന ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണുന്ന എല്ലാ ടോപ്പിക്കുകളും പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. കാരണം നമുക്ക് 1 മാർക്കിന് പോലും ഇമ്പോർട്ടൻസ് ഉള്ള ഇതൊക്കെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പുകളും ഏത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ്. ഇത് കണ്ടൊന്നും ഞെട്ടേണ്ട ആവശ്യതയൊന്നും ആർക്കും ഇല്ല. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പോകും. അന്നേരം അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ്. ഇതും എത്ര മാർക്കിനോ ചോദിക്കാം? 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാം. എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ്. നമ്മൾ തുടങ്ങുന്ന ഏത് ഇക്വേഷൻ നോക്കിയേ? p ഈക്വൽ ടു 1/3 mn v⁻². അതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. മറ്റേ പ്രഷർ എക്സെർട്ടഡ് ബൈ ഗ്യാസിന്റെ പ്രഷറിനുള്ള ഇക്വേഷൻ p ഈക്വൽ ടു മനസ്സിൽ പതിയണം 1/3 mn v⁻². ഇനി മൾട്ടിപ്ലൈ ദി ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ വോളിയം എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് വോളിയം കൊണ്ട് തന്നെയാണ്, v കൊണ്ട്. കാരണം v എന്ന് പറയുന്നത് ഇവിടെ ഒരു v ഉണ്ട്, v⁻, അത് വെലോസിറ്റിയാണ്. മൾട്ടിപ്ലൈ ദി ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ വോളിയം. 2 സൈഡിലും ഞാൻ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കിയേ, p ഇൻറ്റു v. ഇവിടെ ഞാൻ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം pv ആയി. ഇവിടെ ഒരു v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് pv ആയി. ഇവിടെ ഞാൻ ഇപ്പുറത്ത് തന്നെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. 1/3 n ഞാൻ ഇപ്പുറത്തോട്ടിങ്ങ് എടുത്തു. n ഇപ്പുറത്തോട്ട് ആദ്യം 1/3 കഴിഞ്ഞിട്ട് ഞാൻ n എടുത്തു. ഇവിടുത്തെ n ഇപ്പുറത്തോട്ടിങ്ങ് എടുത്തു. എന്നിട്ട് ഞാൻ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഏത്? വോളിയത്തിൻ്റെ v. ബാക്കിയെല്ലാം ഒരുമിച്ച് എഴുതി. അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്. ബാക്കി എന്തൊക്കെ വരുന്നുണ്ട്? n എടുത്തു, പിന്നെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ വോളിയമാണ് v. അത് കഴിഞ്ഞിട്ട് ബാക്കി കിടക്കുന്നത് mv⁻². അതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അവനെ നമ്മളൊരു സൈഡിലോട്ട് മാറ്റിയത്. അന്നേരം n കഴിഞ്ഞിട്ട് v കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിയേ, എൻ വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൻ ആണ്. എൻ സ്മോൾ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സ്മോൾ എൻ ഇൻറ്റു വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം ഇൻറ്റു അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ക്യാപിറ്റൽ എൻ എന്ന് കൊടുക്കുക. അതായത് ഈ എൻ വിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ എൻ എന്ന് കൊടുക്കണം. അതായത് അടുത്ത സ്റ്റെപ്പ് നോക്കി, പി വി ഈക്വൽ ടു 1/3 എൻ വിക്ക് പകരം ക്യാപിറ്റൽ എൻ mv⁻². ക്ലിയർ? ഇനി അക്കോർഡിംഗ് ടു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു nRT. പി വി ഈക്വൽ ടു nRT. n എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, n എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുന്നു, യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പി വി ഈക്വൽ ടു RT. അതാണ് പി വി ഈക്വൽ ടു RT. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പി വിക്ക് പകരം RT എന്ന് കൊടുക്കരുതോ? RT ഈക്വൽ ടു 1/3. അതുപോലെ തന്നെ n mv⁻². ഇനി RT ഈക്വൽ ടു, ഞാൻ ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആർക്കും ഒരു വിഷമവും ഇല്ല. ഈ ഇക്വേഷനെ
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/3 nm(v²) ഇൻറ്റു 2/2. വെട്ടിക്കളിക്കാനല്ല, നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അന്നേരം RT = ഈ 2നെ ഞാൻ എന്താണ്ട് ഈ 1ൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നു. അന്നേരം 2/3 nm(v²/2). അവിടെ ഒരു കളിയുള്ളതെന്നറിയാമോ? നിങ്ങൾക്കറിയാം mv²/2 എന്ന് പറഞ്ഞാൽ ½ mv². പെട്ടെന്ന് ഓർമ്മ വരണം, കൈനറ്റിക് എനർജി അല്ലേ, അതിനാണ് നമ്മൾ ഈ കളികളെല്ലാം കളിച്ചത്. mv²/2 വരെ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് കൊടുക്കാം. അന്നേരം ഇനി ഈ ആറിന് പകരം ഇതാണ് നമുക്ക് n × kb എന്ന് കൊടുക്കാം. n എന്ന് പറയുന്നത് ഇതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ആണ്, ഇൻറ്റു kb എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, നേരത്തെ വേണ്ട ഇക്വേഷൻ ആണ്. ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, ആറിന് പകരം നമുക്ക് n × kb എന്ന് കൊടുക്കാം. കുറച്ച് ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണം, അത് രണ്ടുവട്ടം പഠിച്ച് കഴിയുമ്പോൾ അങ്ങ് ഓക്കെ ആയിക്കോളും. ആറിന് വരെ n × kb, kb എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. അന്നേരം നോക്കിയേ, n × ഇവിടെ ആറിന് പകരം n × kb × t ഈക്വൽ 2/3 n × mv²/2 എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. അന്നേരം ആവറേജ് കൈനറ്റിക് എനർജി ആയതുകൊണ്ട് കൈനറ്റിക് എനർജി മണ്ടയ്ക്ക് ഒരു ബാർ കൊടുത്തേക്കും. ഇനി n-ഉം n-ഉം വെട്ടിപ്പോയി. ആവറേജ് കൈനറ്റിക് എനർജി = 3 kBT/2. അത് അന്നേരം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 3/2 kBT. ഇത്രയേ ഉള്ളൂ ഫൈനൽ ഇക്വേഷൻ. ആവറേജ് കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ പറഞ്ഞേ 3/2 kBT എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1 മാർക്കായിട്ട് അതിൽ നിന്ന് ചോദിക്കാം. ആവറേജ് കൈനറ്റിക് എനർജി ടിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. അതാണ് താഴെ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറഞ്ഞാൽ ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അന്നേരം ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണോ, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം ആവറേജ് കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അന്നേരം നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതിനു വേണ്ടിയാണ് നമ്മുടെ സ്റ്റാറൊക്കെ ഇട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതെല്ലാം തന്നിട്ടുണ്ട്. ഇത്ര ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമില്ല, ഇത് ചെയ്യാൻ സിമ്പിളായിട്ട് പറ്റും. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ക്വസ്റ്റിനോട് ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് എ റിലേഷൻ കണക്റ്റിംഗ് ആവറേജ് കൈനറ്റിക് എനർജി ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ. അതിനുള്ള റിലേഷനും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടി. ഇത് എഴുതി പഠിക്കണം, ഇതെല്ലാം എഴുതി പഠിക്കണം. അതാണ് പറയുന്നത് +1 +2 ഇതിൻ്റെ 1000 ഇരട്ടി പഠിക്കാനുണ്ട് നമുക്ക്. എത്രയും സിമ്പിളായിട്ട് പഠിക്കാവൂ. നിങ്ങളതിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് അടിപൊളിയായിട്ട് പഠിക്കും. എനിക്ക് ചെറിയൊരു സാധനം ഈ കൈനറ്റിക് എനർജിയുടെ ഇതിൻ്റെ വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു RMS വെലോസിറ്റിയുടെ കണ്ടുപിടിച്ചാൽ മതി, പക്ക തീർന്നു. ഇതിനപ്പുറത്തേക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലെന്ന് മാഷ് 100% ബെറ്റ് വെക്കും, ചോദിക്കത്തില്ല. പക്ഷെ ഇത്രയും പഠിച്ചുകൊണ്ട് പോകണം, ആവശ്യമുള്ളതെല്ലാം നമ്മൾ പഠിക്കണം. അന്നേരം കൈനറ്റിക് എനർജിയുടെ RMS കണ്ടുപിടിക്കാം. ഓക്കെ, പവർ ഓൺ. അടുത്ത ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് കൊല്ലപ്പെണ്ണിട്ട് ഉറപ്പായിട്ട് നമ്മൾ ഫിനിഷാക്കി തീർക്കുകയാണ്. അന്നേരം ഇതിനകത്തെ ഒരു ചെറിയ ടോപ്പിക്ക് പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്കിൽ പഠിക്കണമെന്ന് മാഷ് പറയുന്നത് എവിടെങ്കിലും എന്തെങ്കിലും ഇട്ട് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻസ് ഇല്ല. അതാണ് നമ്മുടെ പവർ. അന്നേരം RMS വെലോസിറ്റി, നിങ്ങൾ അന്നൊരു കൺഫ്യൂഷൻ വരും. അന്നേരം ഏതാ സാറേ RMS? ആദ്യം പഠിപ്പിച്ച RMS വെലോസിറ്റി, അതെല്ലായിടത്തും കൊടുക്കാനുള്ള RMS വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. മറ്റേ VRMS = √V1² + V2². ഇത് RMS വെലോസിറ്റി കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസിൻ്റെ ആണ്. കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസിൻ്റെ RMS വെലോസിറ്റി കണ്ടുപിടിക്കാൻ പോവാം. സിമ്പിൾ, നോക്കണം. നമ്മൾ മുമ്പേ പഠിച്ച ഇക്വേഷൻ PV = 1/3 NV(m)v². NVക്ക് പകരം അന്നേരം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ N എന്ന് കൊടുക്കാം, PVക്ക് പകരം RT എന്ന് കൊടുക്കാം. അന്നേരം മുമ്പലത്തെ പഠിച്ചിട്ട് ഇത് പഠിക്കുമ്പോൾ എളുപ്പമാണ്. അന്നേരം PVക്ക് പകരം RT കൊടുത്തു, 1/3 NVക്ക് പകരം ക്യാപിറ്റൽ N × mv². ഇനി ശ്രദ്ധിക്കേണ്ടത് N/m, ഈ N × m അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഇൻറ്റു മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആയിട്ട് കൊടുക്കുക. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കാണാൻ പഠിച്ചു. ഇത് N × ക്യാപിറ്റൽ N × സ്മോൾ m എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. അന്നേരം ഇത്രയും ഭാഗത്തിന് പറഞ്ഞാൽ എനിക്ക് ക്യാപിറ്റൽ M എന്ന് കൊടുക്കാം. സിമ്പിൾ. RT = 1/3 mv². അതിൽ നിന്ന് v² = ഈ 3 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, 3RT/m. a² = b ആണെങ്കിൽ a = √b അല്ലേ?
അല്ലേ? അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ ഈസിക്കൽ 3RT/m ആണെങ്കിൽ വി ഈസിക്കൽ റൂട്ട് ഓഫ് ഫുൾ റൂട്ട് വരണം, റൂട്ട് ഓഫ് 3RT/m. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് വി ഈസിക്കൽ റൂട്ട് ഓഫ് 3RT/m. അങ്ങനെയാണെങ്കിൽ വി ബാർ എന്ന് ഞാൻ എഴുതിയേക്കുന്നു, ആവറേജ് വെലോസിറ്റി ഈസിക്കൽ റൂട്ട് ഓഫ്, അത് തന്നെ ഇക്വേഷൻ 3RT/m എന്ന് പറഞ്ഞാൽ വി RMS തുല്യമാണ്. RMS വെലോസിറ്റി അല്ലേ, വി ബാർ RMS അല്ലെ വി RMS ബാർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇവിടുത്തെ ടെമ്പറേച്ചർ ഡയറക്ട്ലി ആണ്, താഴെ അല്ല, ഇൻവേഴ്സിറ്റി അല്ല, ഡയറക്ട്ലി ആണ്, പക്ഷേ റൂട്ടിനകത്താണെന്നേ ഉള്ളൂ. അതായത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ RMS വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അന്നേരം ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, മറ്റൊരു ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്, ഇത് സ്ക്വയർ റൂട്ടൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അന്നേരം ഇവിടെ വരെ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാൽ ഇവിടെ വരെ ഡിറൈവ് ചെയ്യണം. ഇതും 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കാം. ഇത് റിലേഷൻ ഇതിനെ കണക്ട് ചെയ്യുന്നതോടൊന്ന് മനസ്സിൽ വെച്ചേക്കുക. എൻട്രൻസിന് ഉപകാരപ്പെടുന്നതാണ് ഈ സാധനങ്ങളെല്ലാം. പക്ഷേ അതുകൂടെ ചേർത്താണ് അതങ്ങ് ഇവിടെ പറഞ്ഞു പോകുന്നത്. എൻട്രൻസിന് ഉപകാരപ്പെടും. കാരണം ഫോക്കസ് ഏരിയ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എൻട്രൻസിനുണ്ട്. പക്ഷേ തീർത്തും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എനിക്കൊരു തൃപ്തിയാകുന്ന രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചിടണമെന്നാണ് ഓരോ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മുടെ ചാപ്റ്റർ 13 കംപ്ലീറ്റ് ചെയ്തതിന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ചൊന്നും ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ബാക്കി. അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പേ തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നോട്ടിഫിക്കേഷൻ പോയിട്ടില്ലാത്തതുകൊണ്ട് പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, നിർബന്ധമായിട്ടും ആ വീഡിയോ കാണും. ഓക്കെ, അന്നേരം വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോ കണ്ട് നന്നായിട്ട് എഴുതി പഠിക്കണം. ചാപ്റ്റർ 13 എന്ന് പറയുന്നത് കൈനറ്റിക് തിയറിയാണ്. എൻ്റെ പോസ്റ്റ്ലേറ്റ്സ്, മീൻ ഫ്രീ പാത്ത് ഇല്ല എന്ന് പറഞ്ഞ് കളയരുത്, ഡെറിവേഷൻ, അതുപോലെ പ്രഷർ എക്സിറ്റഡ് ബൈ എ ഗ്യാസ്, RMS വെലോസിറ്റി, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിൻ്റെ RMS വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ഈസിക്കൽ റൂട്ട് ഓഫ് 3RT/m. അന്നേരം ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ പോലെ ഇതിനപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാം. സിമ്പിൾ, ഹംബിൾ, യൂസ്ഫുൾ, പവർഫുൾ. നെവർ എവർ ഗിവ് അപ്പ്. തീർത്തു. ഇനിയും നിങ്ങൾക്ക് വരുന്ന വീഡിയോസൊക്കെ പക്ക ഫിസിക്സിൻ്റെ ടോപ്പ് എൻഡ് വീഡിയോസ് ആയിരിക്കും. എന്നുകൊണ്ട് ഇതെല്ലാം ടോപ്പ് എൻഡ് അല്ല, എല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോസാണ്. നല്ല മാർക്ക് മേടിക്കണം. പരീക്ഷ 6-ാം തീയതി തന്നെ ഉറപ്പിച്ച് നമ്മൾ പഠിച്ച് നീങ്ങണം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത്. 12 മണിക്കൂർ എന്നുള്ള 14 മണിക്കൂറാക്കിയാലും പഠിച്ചെൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ല മാർക്ക് മേടിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ബൈ, സീ യു. ഓക്കെ.